ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട്. റീസെൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്രേസസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. സോ യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2023 ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോയ്ക്ക് അവസാനം കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിലും ഒരു ചെറിയൊരു ലൈക്ക് കൊടുത്തേക്ക്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 2023 ലാസ്റ്റ് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ യെസ്, ടൈം വന്നിട്ട് 9:55. ഇന്ന് നല്ല ലേറ്റായി എണീക്കാൻ. കാരണം ലീവ് ആയതുകൊണ്ട് ഉറക്കമായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ആദ്യം തന്നെ നമുക്ക് പ്രധാന കർമ്മങ്ങളിലേക്ക് കിടക്കാം. അതായത് പല്ല് അയച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് താഴെ വന്നിട്ട് കുറച്ച് ഷോയൊക്കെ ഉണ്ടാവും. സ്റ്റെപ്പിൻ്റെ താഴെ മിറർ വെച്ചിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഹെയർ സ്റ്റൈൽ ഇപ്പം മെസ്സി ബൺ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് കിടക്കാറ്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ എപ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. രാത്രി എപ്പോഴും ഒരേപോലെ കെട്ടിയിട്ട് കിടക്കരുത്. അതിൻ്റെ മുടിയൊക്കെ വാരിക്കെട്ടി ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാണ് ഗൈസ്. പിന്നെ മുറ്റടിക്ക് ഇറങ്ങി. അപ്പോഴാണ് കുറച്ച് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ഞാനല്ല, അമ്മ ചോദിച്ചു, അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാത്തൊരു കാര്യം, എനിക്ക് ക്ലിപ്പ് കിട്ടി ഗൈസ്. കാരണം എലൈനർ കിട്ടിയില്ല. എൻ്റെ പല്ലിൻ്റെ ഫ്രണ്ടിൽ കോമ്പോസിറ്റ് ചെയ്ത കാരണം എലൈനർ ഇട്ടാൽ പൊട്ടിപ്പോവും. സോ അതുകൊണ്ട് എനിക്ക് ക്ലിപ്പാണ് കിട്ടിയത്. ഫുഡ് കഴിക്കുമ്പോൾ ഊരിക്കും. പിന്നെ നൈറ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടാവും. കോളേജിൽ പോകുമ്പോൾ ഇടില്ല കേട്ടോ, കാരണം സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതാണ് സംഭവം. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് കുളിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും രണ്ട് വല്യമ്മമാരും ഒരു ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം അവർ ഇങ്ങനെ വന്നപ്പോൾ തന്നെ സ്കെച്ചൊക്കെ എടുത്ത് വരയ്ക്കാനൊക്കെ തുടങ്ങി. ആ ദിവസം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. പിന്നെ ആദ്യമാണ് ഭയങ്കര വികൃതിയാണ്. ആൻഡ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. പിന്നെ ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ അവനെ വിരട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി എടുത്തുകൊണ്ട് വന്ന് ഒരു തവണ കിസ് ചെയ്തിട്ട് ആയില്ലെന്ന് പറഞ്ഞ് പിന്നെയും വാരി വലിച്ചിട്ട് വീഡിയോ എടുക്ക് എന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചതാണ്. എന്നിട്ട് അവൻ തന്നെ അവൻ്റെ സ്വന്തം ഫേസ് കണ്ട് ആസ്വദിക്കുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. അവർ പുറത്തിരുന്നപ്പോൾ ഞാനിങ്ങനെ അവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ സ്കെച്ചൊക്കെ താഴെയൊക്കെ ആക്കി ഭയങ്കര വികൃതയായിരുന്നു. അടക്കിയിരുത്താൻ ശ്രമിച്ചാലും പിന്നെ അകത്ത് പോയപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പുറത്ത് സീരിയലായിട്ടൊക്കെ ഇട്ടത് കാണിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 11:30. നമ്മൾ ഉറങ്ങിയിട്ടില്ല അല്ലേ? അഭിനയിക്ക്. നമ്മൾ ഉറങ്ങിയില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് എഴുതാറുണ്ട്. അത് മാത്രമല്ല ഇന്ന് ന്യൂ ഇയറും കൂടെ ആണല്ലോ. അപ്പോൾ ആ പേര് പറഞ്ഞ് കുറേ നേരം എഴുതാം. സോ യെസ്, ജീവനെ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, തലേനൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. സോ നമ്മള് എഴുതിയിട്ട് കുറച്ചേരം ഇരുന്നിട്ട് ഉറങ്ങാൻ പോവാണ്. അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്. ഈ പുള്ളിക്കാരൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഡയലോഗൊക്കെ അടിച്ചത്. പക്ഷെ ഉറങ്ങിയില്ല ഗൈസ്. പിന്നെ ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് തുടങ്ങി. എഴുതി 4 കാലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറക്കമായി. പിന്നെ നമ്മൾ രണ്ടുപേരും വിശന്നുകൊണ്ട് കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഓക്കെ ആയി. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചപ്പോൾ നമ്മൾ എഴുതി ചാവയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.